നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്ന നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇവരുടെയൊക്കെ മനസ്സിൽ ജോലി തേടുമ്പോൾ പല സംശയങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും വിശ്വസനീയമായ ഏജൻസികളിലല്ല ബന്ധപ്പെടുന്നതെങ്കിൽ അവരുടെ കരിയർ തന്നെ നശിക്കാൻ ഇടവരുന്നു. ഇത്തരം സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുകയാണ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസ് ആൻഡ് സ്റ്റഡി അബ്രോഡിൻ്റെ ഡയറക്ടർ കെ ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻസും സ്റ്റഡി അബ്രോഡും ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ. ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസിൽ ഒരു പ്രൊഫഷണലിന് സെറ്റിൽ ആവാനുള്ള PR കിട്ടാനുള്ള, PR എന്ന് പറഞ്ഞാൽ പെർമനന്റ് റെസിഡൻസ്, അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു സാധനമാണ് PR എന്ന് പറയുക. പെർമനന്റ് റെസിഡൻസ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത്. അതായത് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ MBBSകാരാവാം, നഴ്സുമാരാവാം, നഴ്സിംഗ് അസിസ്റ്റന്റുമാരാവാം, മെക്കാനിക്സ് ആവാം, സിവിൽ എഞ്ചിനീയർ ആവാം, അഡ്വക്കേറ്റ്സ് ആവാം, മാർക്കറ്റിംഗ് സൈഡിലുള്ള ആൾക്കാരാവാം, ബാങ്കിങ് സൈഡിലുള്ള ആൾക്കാരാവാം. ഇവർക്ക് ഒരു 2 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, PR-ന് വേണ്ടി അപ്ലൈ ചെയ്യാം. PR-ന് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റിസനെ പോലെ പരിഗണിക്കും എന്നുള്ളതാണ്. അവിടെ ജോബ് ഓഫറും കിട്ടും, അവിടുത്തെ സിറ്റിസൺ തുല്യമായിട്ടുള്ള പരിഗണനയും കിട്ടും. അതാണ് PR, പെർമനന്റ് റെസിഡൻസ് എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടിയുടെ പ്രൊഫൈൽ എല്ലാം നമുക്ക് അയക്കണം. ഈ പ്രൊഫൈലിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓൾ ഡോക്യുമെന്റേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിസയുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, ലാസ്റ്റ് പേജ്, ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷനിൽ ഇവർ അയക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവർ സ്ക്രീൻ ചെയ്യും. ഈ ഡോക്യുമെന്റേഷൻ വെച്ചിട്ട് സ്ക്രീൻ ചെയ്ത് ഇത് ഏത് രാജ്യത്തേക്കാണ് PR ഓക്കെ ആണെന്ന് നോക്കും. ദെൻ നമ്മൾ അവരുടെ ഓക്കെ പറയും. ഓക്കെ പറഞ്ഞ ശേഷം മാത്രമായിരിക്കും നമ്മളോട് പ്രോസസ്സിംഗ് ചാർജ് വാങ്ങിക്കുക. ഇതാണ് ഓസ്ട്രേലിയ PR, കാനഡ PR, UK PR-ലൊക്കെ ഉള്ള നോർമൽ പ്രോസസ്സ്. അത് മിനിമം 2-3 ഇയർ എക്സ്പീരിയൻസ് അത് കാണിക്കാൻ പറ്റുള്ളൂ. നല്ല ഓർഗനൈസേഷൻ ആവണം. അത്യാവശ്യം ഒരു അവർ വെരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്ന ഒരു അത്യാവശ്യം നല്ല ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് PR എടുത്ത് കൊടുക്കാം. ഇതാണ് ആദ്യത്തെ PR ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ചില ആൾക്കാരുണ്ടാവും ഈ നേരത്തെ PR ഒക്കെ പറയുന്ന സമയത്ത് നോർമലി ഇവരുടെ പ്രോസസ്സിംഗ് ചാർജ് കൂടാതെ അവിടുത്തെ ഗവൺമെന്റ് അടയ്ക്കേണ്ട ഒരു ഫീസ് ഒക്കെ ഉണ്ടാവും. അത് നോർമലി ഓൾമോസ്റ്റ് 10 ലക്ഷത്തിന്റെ അകത്തൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 10 lakh ഒക്കെ ആയിരിക്കും വരിക. ഷോ മണി കാണിക്കണം. പ്രോസസ്സിംഗ് ചാർജ് 5 ലക്ഷത്തിന് താഴേക്ക് ആവുള്ളൂ. ഓക്കെ, ബാക്കി ഇവർക്ക് ഗവൺമെന്റ് അടയ്ക്കേണ്ട എമൗണ്ട് 10 lakhs ഒക്കെ വരും. ഇതൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൽ വേണ്ട ഇത്രയേ ഉള്ളൂ, ഇദ്ദേഹം പ്രൊഫഷണൽ ആണ്, 2 to 3 years എക്സ്പീരിയൻസ് ഉണ്ടാവണം, അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാവണം, ഈ എക്സ്പീരിയൻസ് മികച്ചായിട്ട് കാണിക്കാൻ പറ്റണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജർമ്മൻ PR കൊടുക്കാം. ജർമ്മൻ PR അല്ല, ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് കൊടുക്കാം. ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന്റെ പ്രത്യേകത 1 വർഷം ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ജർമ്മനിയിൽ എവിടെയും പോയിട്ട് ജോലി അന്വേഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ജോലി അന്വേഷിക്കാം, ആ സമയത്ത് ടെമ്പററി വർക്കും ചെയ്യാം. ടെമ്പററി വർക്ക് ചെയ്തുകൊണ്ട് ജോലി അന്വേഷിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. അവർക്കും വേണ്ടത് പ്രൊഫഷണൽസിനെയാണ്. അപ്പോൾ ഇതിനെല്ലാം മിനിമം ഒരു ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് റിക്വയർമെന്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇവരുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ അയച്ചു തന്ന് ഏത് ലെവലിലെ ലാംഗ്വേജ് റിക്വയർമെന്റ് ആണെന്ന് നമ്മൾ പറയാം. അതിനുശേഷം അവർ ലാംഗ്വേജ് പഠനത്തിന് പോയാൽ മതി. ഏകദേശം ലാംഗ്വേജ് ഉള്ള ആൾക്കാർക്ക് ഒരു 5 months അകത്ത് കയറി പോവാം. അല്ലാത്ത ആൾക്കാർക്ക് ഒരു എങ്ങനെ കുറച്ച് കൂട്ടിയാലും ഒരു 8 to 1 year അവർ കയറി പോവാം. നമ്മൾ പ്രൊഫൈൽ സ്ക്രീൻ ചെയ്ത് ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ പ്രോസസ്സിംഗിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ 99.9% ഇവർ അവിടെ കയറി പോകും, നമുക്ക് ഉറപ്പിക്കാം. ഇതാണ് ബേസിക്കലി ഉള്ള നമ്മളുടെ സർവീസ്. രണ്ടാമത്തേത് അതിൽ പറയുന്നത് നമുക്ക് ഇതെല്ലാം കയറി പോകുന്നതിന് മുമ്പ് കുറച്ച് ലീഗൽ പ്രോസസ്സ് എല്ലാം ഉണ്ടല്ലോ. അത് പറയുന്നതാണ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഉണ്ടാവും, അതുപോലെ ഷോ മണി. അത് ചില ആൾക്കാർക്ക് പൈസ കയ്യിൽ കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷോ മണി അസിസ്റ്റൻസ് കാണിക്കുന്ന കമ്പനികളുണ്ട്, അവരുമായിട്ട് നമ്മൾ ടൈപ്പ് ആക്കി കൊടുക്കും. അതുപോലെ തന്നെ ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ, ചിലപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആവാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ആവാം. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇവർക്ക് ചെയ്ത് കൊടുക്കണം. ഫുൾ സപ്പോർട്ട് ആൻഡ് സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഏറ്റവും അവസാനത്തെ നമ്മുടെ ഒരു സർവീസാണ് എബ്രോഡ് സ്റ്റഡി. മിക്കവാറും കുട്ടികൾ എബ്രോഡ് സ്റ്റഡിക്ക് പോകുന്നതിന് അവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എബ്രോഡ് സ്റ്റഡിക്ക് പോകുമ്പോൾ അവർക്കൊരു ബാരിയറായിട്ട് നിൽക്കുന്നത് ലാംഗ്വേജ് ഉണ്ടാവില്ല, അതായത് IELTS ഉണ്ടാവില്ല. അപ്പോൾ IELTS ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ IELTS ഇല്ലാതെ മാസ്റ്റർ ഡിഗ്രി പഠനം സാധ്യമാക്കുന്ന കുറേയേറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് ഫ്രാൻസിലൊക്കെയാണ് കൂടുതലും വരിക. ആ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തുവിടാനും നമ്മൾ ഇമിഗ്രേഷൻ സർവീസിലൂടെ ചെയ്യുന്നുണ്ട്.